ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ബിയോയൻ്റ് ഫോഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബിയോയൻസി, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ബിയോയൻ്റ് ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ബിയോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി രണ്ട് ഫാക്ടേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ബിയോയൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഏത് ഫ്ലൂയിഡിലാണോ ഇമേഴ്സ് ചെയ്യുന്നത് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വോളിയത്തെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ എന്താ ഇവിടെ ഈ ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ആൻ എഗ് സിങ്ക് ഇൻ ഫ്രഷ് വാട്ടർ ബട്ട് ഇറ്റ് ഫ്ലോട്ട് ഓൺ സാച്ചുറേറ്റഡ് വാട്ടർ. അതായത് നമ്മളൊരു മുട്ട എടുത്തിട്ട് ഫ്രഷ് വാട്ടറിനകത്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ എന്ത് പറ്റും, ആ മുട്ട മുങ്ങിപ്പോവും. എന്നാൽ അതേ മുട്ടയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ എന്ന് വെച്ചാൽ എന്താ, ആ നല്ല രീതിയിൽ ഉപ്പിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഉപ്പുവെള്ളം അതിലിട്ട് എന്ത് ചെയ്യും, അത് മുങ്ങിക്കിടക്കും. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം സോൾട്ട് വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. ആരെക്കാളും? ഫ്രഷ് വാട്ടറിനേക്കാളും. അപ്പോൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ആ പറയുന്ന ഫ്ലൂയിഡിന് കൊടുക്കാൻ പറ്റുന്ന ബിയോയൻ്റ് ഫോഴ്സിൻ്റെ അളവും കൂടുതലാണ്. അപ്പോൾ മുട്ടയുടെ വെയിറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ബിയോയൻ്റ് ഫോഴ്സ് സോൾട്ട് വാട്ടറിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അത് മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആസ് ഷിപ്പ് മൂവ്സ് ഫ്രം ഫ്രഷ് വാട്ടർ. ഒരു കപ്പൽ ഫ്രഷ് വാട്ടറിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണ്? സീയിലോട്ട് പോവുകയാണ്. എന്ത് ചെയ്യും? ഇറ്റ് റൈസസ് ഫർദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പൽ ഇങ്ങനെ പോവുകയാണ് അല്ലേ. കപ്പൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കപ്പലിന് കുറച്ച് ഭാഗം എന്ത് ചെയ്തേക്കും, വെള്ളത്തിൽ താന്ന് നിൽക്കുമായിരിക്കും, ബാക്കി ഭാഗമാണ് പൊങ്ങിക്കിടക്കുന്നത്. ഇത് നമ്മളൊരു ഫ്രഷ് വാട്ടറുള്ള കടൽ, അതായത് ലേക്കിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണ്, കടലിലോട്ട് പോകുമ്പോൾ ഈ കപ്പൽ ഒരല്പം ഉയരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യും? റൈസസ് ഫർദർ എന്ന് വെച്ചാൽ ഉയരും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം സെയിം തന്നെയാണ്. എന്താണ് ഈ പറയുന്ന കടൽ അല്ലേ, കടൽ എന്ന് പറയുന്നതിനകത്തുള്ളത് എന്താണ്? അത് സോൾട്ട് വാട്ടറാണ്. കടലുള്ളത് എന്താണ്? ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഉപ്പുവെള്ളത്തിന് എന്താണ്? ഡെൻസിറ്റി കൂടുതലാണ്. ആരെക്കാളും? നമ്മുടെ ലേക്ക്, ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലേ, ശുദ്ധ ജല തടാകത്തേക്കാളും എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുതലായിട്ട് അതിൻ്റെ കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കപ്പലിനെ കൂടുതൽ ഉയർത്താനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം ബിയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു അപ്വേർഡ് ഫോഴ്സാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നോ വൺ കംപ്ലീറ്റ്ലി ഡ്രൗൺസ് ഇൻ ദ ഡെഡ് സീ. ഡെഡ് സീയിൽ ആരും പൂർണ്ണമായി മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ഡെഡ് സീയുടെ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്കറിയാം ഡെഡ് സീയിൽ എന്താണ്, ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയ ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കൂടുതൽ കോംപ്ലക്സിലോട്ട് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിലോട്ട് മുക്കുന്നു, ഇമേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിലോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ബിയോയൻ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത ബിയോയൻ്റ് ഫോഴ്സിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിലുണ്ടായ മാറ്റം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഇതേ ബിയോയൻ്റ് ഫോഴ്സിൻ്റെ അളവ് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും, ത്രൂ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഈ വെള്ളത്തിലോട്ട് ഇമേഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തുണ്ടായിരുന്ന വെള്ളം എന്ത് ചെയ്യുകയാണ്, ഡിസ്പ്ലേസ് ആവുകയാണ്. ആണോ ഇല്ലേ? അതിനെ തള്ളി മാറ്റുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ പറയുന്ന ഒബ്ജക്റ്റ് താഴോട്ട് വരുന്നതിനനുസരിച്ച് വെള്ളം നിറയുന്നു, ആ വെള്ളം എന്ത് ചെയ്യുന്നു, കളയുന്നു. ആ കളയുന്ന വെള്ളത്തെ നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ വെയിറ്റ് നമ്മളെടുത്താൽ അത് എന്തിന് ഈക്വലായിരിക്കും? ഈ പറയുന്ന ഇവിടെ കൊടുത്ത ബിയോയൻ്റ് ഫോഴ്സിന് ഈക്വലായിരിക്കും. ഇതാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ എന്താ ആർക്കിമിഡീസ് പറഞ്ഞത്? വെൻ an object is completely or partially immersed in a fluid, the buoyant force acting on the object എന്തിന് ഈക്വലായിരിക്കും? ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ എടുക്കുന്നു, വെള്ളത്തിലോട്ട് ഇമേഴ്സ് ചെയ്യുന്നു. ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് എത്ര ഭാഗമാണോ വെള്ളത്തിനകത്ത് പോകുന്നത് അത്രയും ഭാഗത്തുള്ള വെള്ളം എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തെ നമ്മൾ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്താൽ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന ഫ്ലൂയിഡ് ഒബ്ജക്റ്റിലോട്ട് കൊടുത്ത ബിയോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ ആർക്കിമിഡീസ് കണ്ടുപിടിച്ചത് ഈ ഒരു കാര്യമായിരുന്നില്ല.
ഇത് നമ്മൾ എടുത്ത പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് കണ്ടുപിടിച്ച വേറൊരു കാര്യമാണ്. ആർക്കിമിഡീസ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിച്ചത്. അതായത് പണ്ട് ഈ പറയുന്ന ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ആർക്കിമിഡീസ്. അപ്പോൾ ആർക്കിമിഡീസിൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു രാജാവ് വന്നിട്ട്, ഒരു രാജാവ് അല്ലാതെ ഈ രാജാവ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പുതിയ ക്രൗണുണ്ട്, ഈ ക്രൗണ് പ്യുവറായിട്ടുള്ള സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയതെന്ന് നീ ഒന്ന് കണ്ടുപിടിച്ചിട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഒരു വസ്തു ഉണ്ടാക്കിയിട്ടുള്ള അതിനെ പൊട്ടിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒബ്ജക്റ്റ് പ്യുവർ സ്വർണ്ണമാണെങ്കിൽ നമുക്കറിയാം സ്വർണം എന്ന് പറയുന്ന സാധനത്തിന് അതിൻ്റേതായ എന്തുണ്ട്, ഒരു ഡെൻസിറ്റി ഉണ്ട്. എന്തുണ്ട്? ഒരു ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ സ്വർണ്ണമായ ഈ പറയുന്ന ക്രൗണിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ചാൽ അത് സ്വർണ്ണത്തിൻ്റെ ഡെൻസിറ്റിക്ക് ഈക്വൽ ആണെങ്കിൽ അത് പൂർണ്ണമായും സ്വർണ്ണത്തിൽ വേറെ മായൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് നമുക്കറിയാൻ പറ്റും. പക്ഷെ നമുക്കറിയാം ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഒറ്റ വഴി എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. ഈ മാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? നമുക്കൊരു സാധാരണ ത്രാസ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിക്കാം. പക്ഷെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും കിരീടത്തിൻ്റെ? അവിടെയാണ് കൺഫ്യൂഷൻ. അപ്പോഴാണ് എന്താ ചെയ്തത്? ഈ പറയുന്ന ആർക്കിമിഡീസ് ഒരു ദിവസം ബാത്ത് ടബിൽ കുളിക്കാൻ പോയി. ഈ കുളിക്കാൻ പോയ ആർക്കിമിഡീസ് എന്ത് ചെയ്തു? കാലെടുത്ത് ബാത്ത് ടബിൽ വെച്ചപ്പോഴത്തേക്കും ഈ ബാത്ത് ടബിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് കളഞ്ഞു. ഇയാൾ മൊത്തത്തിൽ കയറി ഇതിനകത്തോട്ട് കിടന്നപ്പോൾ എന്ത് പറ്റി? കുറേ വെള്ളം പുറത്തോട്ട് കളഞ്ഞു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ വോളിയം എത്രയാണോ ആ വോളിയത്തിന് ഈക്വലായിട്ടുള്ള വെള്ളമാണ് എന്ത് ചെയ്യുന്നത്? പുറത്തോട്ട് കളയുന്നത്. അപ്പോൾ ആ പറയുന്ന വെള്ളത്തിൻ്റെ അളവെടുത്താൽ അവിടെ ഈ കിരീടത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വോളിയം എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെ വോളിയം ഇവിടെ എന്ത് ചെയ്താൽ മതി? കിരീടത്തിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, കിരീടത്തിന് മുക്കുക, അപ്പോൾ എത്ര വെള്ളം കളയുന്നു അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? അടുത്ത വോളിയത്തിന് ഈക്വലായിരിക്കുന്ന ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഇയാൾ വോളിയം കണ്ടെത്തി, അതിലൂടെ അത് സ്വർണ്ണമാണോ എന്നുള്ളത് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ആർക്കിമിഡീസ് കണ്ടെത്തിയത്. പക്ഷേ ഇതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റിലേഷനിലോട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എത്ര മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, the buoyant force acting on the object will be equal to the weight of the fluid. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ്? buoyant force ഈക്വൽ ടു വെയിറ്റ്. buoyant force ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ്. അത്രയും പറഞ്ഞാൽ പോലെ എന്താണ്? ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് കഴിഞ്ഞു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഭാഗമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്തത്? നോക്കടാ, നമുക്കറിയാം നമ്മളൊരു ഒബ്ജക്റ്റ് വെള്ളത്തിലോട്ട് നമ്മളൊരു ഒബ്ജക്റ്റിന് എടുത്തിട്ടു. ആ ഒബ്ജക്റ്റിന് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ അത് താഴെ പോവും അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്കറിയാം പൊങ്ങിക്കിടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴെ കിടക്കുന്നൊരു വസ്തുവിനെ നമ്മൾ ഉയർത്തി മുകളിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റിലേക്ക് ആരെന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആരാ ഫോഴ്സ് കൊടുക്കുന്നത്? ഈ ഫ്ലൂയിഡാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്ന താഴോട്ട് വന്നൊക്കെയുള്ളത് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ പറയുന്ന ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെയിറ്റിനേക്കാളും ഈക്വലോ കൂടുതലോ ആണെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ? ഫ്ലോട്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്താണ്? ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ബ്യോയൻ്റ് ഫോഴ്സ്, അതായത് മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്. ഈ ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റ് എന്താണ്? mg ആണ്. മറന്നുപോയാ? ഇല്ല, mg. ഈ mgക്ക് ഈക്വൽ ആയിരിക്കണം എന്നാൽ പൊങ്ങിക്കിടക്കാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കണം എന്നാലും എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താ പറയുന്നത്? ആൻ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ഓൺ ഫ്ലൂയിഡ് വെൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആർ ഈക്വൽ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്തുവാണ്? ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് തന്നെ അല്ലേ ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് ആര് പറഞ്ഞത്? ആർക്കിമിഡീസ് പറഞ്ഞത്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെൻ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ഓൺ എ ഫ്ലൂയിഡ് ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ബ്യോയൻ്റ് ഫോഴ്സ് ആർ ഈക്വൽ എന്ന് പറയാം. ബ്യോയൻ്റ് ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് അളക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഒരു സിൽവർ ഫോയിൽ നമ്മൾ എടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു? ഒരു കപ്പലിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെള്ളത്തിടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുകയും എന്നാൽ അതിനെ ചുരുട്ടി ഒരു ബോളാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് താഴെ കിടക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? കപ്പലായിട്ട് ഇടുമ്പോൾ ഈ പറയുന്ന കപ്പൽ എന്ന വസ്തുവിൻ്റെ വോളിയം കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു, വോളിയം കൂടിയാൽ ബ്യോയൻ്റ് ഫോഴ്സ് കൂടും. അപ്പോൾ ആ ബ്യോയൻ്റ് ഫോഴ്സ് എന്തിന് ഈക്വലായിരിക്കും? ഈ കപ്പലിനെ പൊക്കി നിർത്താനുള്ള അളവിന് ഈക്വലായതുകൊണ്ട് കപ്പൽ പൊങ്ങിക്കിടന്നു. നേരെ മറിച്ച് നമ്മളതിനെ ചുരുട്ടി ഒരു ബോളാക്കിയിടുമ്പോൾ എന്ത് പറ്റും? വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കുന്ന ബ്യോയൻ്റ് ഫോഴ്സും കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? വെയിറ്റ് കൂടുതലായി താഴോട്ട് മുങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനകത്ത് പറയുന്നത്.
ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ, അപ്പോൾ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് പറയാം അല്ലേ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഇതൊരു ഫ്ലൂയിഡാണെന്ന് വിചാരിക്കുക. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലായിട്ടോ മുങ്ങിയാൽ ഈ പറയുന്ന മുങ്ങിയ ഭാഗത്ത് അത്രയും അളവിനുള്ള വെള്ളം എന്തു ചെയ്യും? പുറത്തോട്ട് ഒഴുകും. ആ പുറത്തോട്ട് ഒഴുകുന്ന വെള്ളത്തെ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എന്തെടുക്കുന്നു? വെയിറ്റ് എടുത്താൽ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിലോട്ട് വെള്ളം കൊടുത്ത ബ്യോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇനി പാർഷ്യലായിട്ടാണ് മുങ്ങിക്കിടന്നതിലും കറക്റ്റ് തന്നെ. ഈ പാർഷ്യലായിട്ട് മുങ്ങിക്കിടക്കുമ്പോൾ അത്രയും വോളിയത്തിനുള്ള വെള്ളം എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ആ പുറത്തോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ബ്യോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ ബ്യോയൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയാം, അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നതും ഏതാണ്ട് ഇതുപോലത്തെ കാര്യം തന്നെയാണ്. ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ താഴോട്ടുള്ള വെയിറ്റ് mgയും ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ വെള്ളം കൊടുക്കുന്ന ബ്യോയൻ്റ് ഫോഴ്സായിട്ടുള്ള BFും എന്തായിരിക്കണം? ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കണം. അതായത് ബ്യോയൻ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് മേ ബി ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ എന്താണ്? വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡെഫിനിഷനിൽ ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ബ്യോയൻ്റ് ഫോഴ്സ് എന്നതിന് പകരം അവിടെ വേറൊരു വാക്ക് ഉപയോഗിച്ചു. എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്തെന്ന്? ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു. അത് ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഈക്വൽ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും, അല്ലെങ്കിൽ മുങ്ങിപ്പോകും. ഇത്രയേ ഉള്ളൂ എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. ഇതാണ് സംഭവം. ഇനി ഒരു ചോദ്യം, രണ്ട് ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇവിടെ നോക്ക് എന്തൊക്കെയാണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒന്നാമത്തെ ചോദ്യം കിടക്കുന്നു. റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ എത്തിയില്ല, അതിന് മുമ്പ് കിടക്കുന്നു. ഓക്കെ, എ ബോട്ട് ഓൺ ലേക്ക് ഡിസ്പ്ലേസസ് 600 കിലോഗ്രാം ഓഫ് വാട്ടർ. ഒരു ബോട്ട് എന്ത് ചെയ്യുന്നു? 600 കിലോഗ്രാം വെള്ളത്തിന് ഡിസ്പ്ലേസ് ചെയ്താൽ കാൽക്കുലേറ്റ് ദ ബ്യോയൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്ക്, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വിൽ ബി ഈക്വൽ ടു ദ ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചു. ഇവിടെ പഠിച്ചു, ആർക്കിമിഡീസ് പറഞ്ഞു തന്നു അല്ലേ. ഈ പറയുന്ന ബോട്ട് വെള്ളത്തിൽ മുക്കിയപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബ്യോയൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 600 കിലോഗ്രാം ഓഫ് വാട്ടറിനാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ 600 കിലോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം എന്നിട്ട് എടുക്കാം, മാസമായിട്ട് എടുക്കാം. അതോ വെയിറ്റ് എടുക്കണോ? കിലോഗ്രാം അല്ലേ, അപ്പോൾ വെയിറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഇൻറ്റു 9.8. ഇവിടുത്തെ മാസ് നമ്മൾ 6000 ആയിട്ട് എടുത്തിട്ട് ഞാൻ G എന്ന് പറയുന്ന 10 എടുത്താൽ എത്രയായിരിക്കും? 60,000 ആയിരിക്കും. ഇത്രയും ന്യൂട്ടണാണ് അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തന്നെ ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ബ്യോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് ബ്യോയൻ്റ് ഫോഴ്സിന് ഈക്വൽ. 6000 കിലോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കിലോഗ്രാം ആണല്ലേ. അപ്പോൾ എന്താണ്? നമുക്കത് മാസമാണെന്ന് പറയാം. അപ്പോൾ മാസത്തിൽ നിന്ന് വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാൽക്കുലേഷൻ ഈസി ആക്കാനായിട്ട് ഞാൻ G10 എന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ആൻ ഒബ്ജക്റ്റ് വെയ്സ് 0.45 കിലോഗ്രാം വെയിറ്റ് ഇൻ എയർ ആൻഡ് 0.31 കിലോഗ്രാം വെയിറ്റ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, ഫൈൻഡ് ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ബ്യോയൻ്റ് ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എന്താ അവിടെ ചോദിച്ചേക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. എവിടെ വെച്ച്? എയറിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് ഞാൻ എവിടെ കൊടുക്കുകയാണ്? ഒരു സ്പ്രിംഗ് ബാലൻസിൽ കൊടുക്കുകയാണ്. അപ്പോൾ കാണിച്ച വെയിറ്റ് എന്ന് പറയുന്നത് 0.45 കിലോഗ്രാം വെയിറ്റാണ്. ഓക്കെ, അത്രയും കിലോഗ്രാം വെയിറ്റാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലൂയിഡിനകത്തോട്ട് മുക്കി. എന്നിട്ട് ഞാൻ ഇതേ സ്പ്രിംഗ് ബാലൻസ് വെച്ച് വെയിറ്റ് എടുത്തപ്പോൾ കാണിച്ച വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.31 ആണ്. അത്രയും കിലോഗ്രാം വെയിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോസ് ഓഫ് വെയിറ്റ് എത്ര? ആദ്യം ഉണ്ടായിരുന്നത് 0.45. അതിൽ നിന്ന് കുറഞ്ഞ എത്ര ഇപ്പോൾ കിട്ടിയത്? 0.31. അപ്പോൾ വെയിറ്റിലുണ്ടായ മാറ്റം എത്രയാണ്? 0.45 മൈനസ് 0.31 എത്രയാണ്? 0.31.
14 കിലോഗ്രാം വെയിറ്റ് ആണ് എന്ത് വെയിറ്റ് ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നു. ശരി, വാട്ട് ഈസ് ദ ബിയോയിൻ്റ് ഫോഴ്സ്? നമുക്കറിയാം ബിയോയിൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്. അപ്പോൾ അതും എത്ര തന്നെയാണ്? 0.14 കിലോഗ്രാം വെയിറ്റ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്? വെള്ളത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞല്ലേ, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ബിയോയിൻ്റ് ഫോഴ്സ്. അപ്പോൾ അതും എത്ര തന്നെയാണ്? 0.14 കിലോഗ്രാം വെയിറ്റ് തന്നെയാണ്. കണ്ടോ? അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ എങ്കിലും ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. ഒന്ന്, ബിയോയിൻ്റ് ഫോഴ്സ് അതെന്തിന് ഈക്വലാണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വലാണ്. വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്? ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി വെൻ ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ കാര്യം. ബിയോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ലോസ് ഓഫ് വെയിറ്റിന് ഈക്വലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ബിയോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വലാണ്. രണ്ടും കൂടെ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്ത് വെച്ചോളാം. ശരിയല്ലേ? സോ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? റിലേറ്റീവ് ഡെൻസിറ്റി പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ.